ബിഗ് ബോസ് അഗ്നി പരീക്ഷ അഥവാ ബിഗ് ബോസ് ചളി പരീക്ഷ എന്ന് പറയുന്നതായിരിക്കും ശരി. അത്രയ്ക്കും ബോറായിട്ടാണ് ബിഗ് ബോസ് അഗ്നി പരീക്ഷ എന്ന് പറയുന്ന ഷോ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷോന്റെ റേറ്റിംഗും ഇങ്ങ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ 40 പേരുമായിട്ട് ആരംഭിച്ച ആ ഒരു ഷോ ഒരൊറ്റ ആഴ്ച കൊണ്ട് ഇപ്പൊ 16 പേരിൽ എത്തി നിൽക്കാണ്. ബാക്കിയുള്ളവരെ മുഴുവൻ അവർ പുറത്താക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ അതായത് ജഡ്ജസിന് വേണ്ടവരെ മാത്രം പിടിച്ചു നിർത്താം. അതായത് അവിടെ ഒരു പാർഷ്യാലിറ്റി നിങ്ങൾക്കറിയാലോ, ഒരു പാർഷ്യാലിറ്റി വെച്ചുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട മത്സരാർത്ഥികളെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെ പിടിച്ചു നിർത്തുകയും എന്നാൽ ഇവർക്ക് പുറത്തു പോകേണ്ട മത്സരാർത്ഥികളെ അല്ലെങ്കിൽ പുറത്താക്കേണ്ട മത്സരാർത്ഥികളെ എങ്ങനെയെങ്കിലും ഔട്ട് ഹൗസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിടും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ ടിസ്റ്റുകൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അവരവിടെ പിടിച്ചു നിർത്തി അവരെ അങ്ങ് പുറത്താക്കി കളയാം. ഇതിലിപ്പോൾ പുറത്തായി പോയവരിൽ സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികൾ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ തന്നെ ഔട്ടാക്കിയത്, അതായത് ഇന്നത്തെ എപ്പിസോഡിൽ ഔട്ടാക്കിയതിൽ ഷിൻജിത്ത് നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു. ആ ഷിൻജിത്ത് എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു. അതുപോലെ തന്നെ അവിടെ കൃത്യമായ തന്റെ നിലപാടുകൾ പറയാനായിട്ട് സാധിച്ച ഒരു മത്സരാർത്ഥിയായിരുന്നു. ആ മത്സരാർത്ഥിയെ പിടിച്ച് ഇന്നലെ അവരെ പിടിച്ച് പുറത്താക്കി. ബാക്കിയുള്ളവരുടെ കാര്യം പോട്ടെ നിൽക്കാം. എനിക്കെന്തോ ഷിൻജിത്തിനെ ഇത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പുറത്താക്കിയതിനോട് യോജിക്കാനായിട്ട് പറ്റിയില്ല. കാരണം മറ്റൊന്നും ല്ല, ഷിൻജിത്തിനേക്കാളും മുൻപ് പുറത്തു പോകേണ്ട മത്സരാർത്ഥികൾ അവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതുപോലെയുള്ള ഒരു നല്ലൊരു മത്സരാർത്ഥിയെ പുറത്താക്കിയതിനോട് യോജിക്കാനായിട്ട് സാധിച്ചില്ല. ഇപ്പോൾ ഷിൻജിത്ത് അവിടെ ഔട്ട് ഹൗസിലേക്ക് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും അവിടെ ഈ ആഴ്ച അതായത് വീക്കെൻഡ് എപ്പിസോഡിൽ ഇപ്പോൾ 2 ഗസ്റ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് രജിത് കുമാറും മറ്റൊന്ന് നമ്മുടെ വീണയായിരുന്നു കേട്ടോ, പറയാനായിട്ട് മറന്നുപോയതാ. അപ്പോൾ ഇവർ രണ്ടുപേരെയും കൊണ്ടുവന്നിട്ട് എന്തിനോ വേണ്ടി നോക്കുകുത്തികളായിട്ട് അവിടെ വന്നിരിക്കുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് റോളുള്ളതായിട്ടൊന്നും നമുക്ക് തോന്നിയില്ല. ലാസ്റ്റ് വന്ന സമയത്ത് ഔട്ട് ഹൗസിലേക്ക് ഇവർക്ക് 3 പേരെ സജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു. ആ സമയത്ത് ഇവിടെ 3 പേരെ ഔട്ട് ഹൗസിലേക്ക് സജസ്റ്റ് ചെയ്തു. അതിലൊരാളായിരുന്നു ഷിൻജിത്ത്. ഗെയിം കളിച്ചിട്ട് ഔട്ട് ഹൗസിലേക്ക് വന്ന ആളല്ല ഷിൻജിത്ത്. ഷിൻജിത്ത് ഗെയിം കളിച്ച് ഔട്ട് ഹൗസിന് പുറത്ത്, അതായത് നന്നായി ഗെയിം കളിച്ച് ഗെയിം വിജയിച്ചൊരു വ്യക്തിയായിരുന്നു. പക്ഷേ എന്നിട്ട് ഇവിടെ വന്ന ഗസ്റ്റുകൾ പിടിച്ചിട്ട് ഷിൻജിത്തിനെ പിടിച്ചിട്ട് ഔട്ട് ഹൗസിലേക്ക് ഇടുന്നു. എന്നിട്ട് ഷിൻജിത്തിനെ പിടിച്ച് പുറത്താക്കുന്നു. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ, ഇവർക്ക് വേണ്ട എന്ന് തോന്നുന്നവരെ എങ്ങനെയെങ്കിലും അവിടേക്ക് കൊണ്ടുവന്ന് ഗെറ്റ് ഔട്ട് അടിക്കുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് തോന്നിപ്പോയി കണ്ട സമയത്ത്. ഇപ്പൊ പുറത്തിറങ്ങിയ മത്സരാർത്ഥികൾ ഒട്ടുമിക്ക പേരും വന്നിട്ട് പറയുന്നുണ്ട് അവിടെ നടക്കുന്നത് അനീതിയാണ് എന്നൊരു കാര്യം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇതൊരു ഷോയാണ്, അവർക്ക് ഇഷ്ടമുള്ളതേ അവർ ചെയ്യുള്ളൂ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ പൊട്ടന്മാരെന്ന് വേണം പറയാനായിട്ട്. ഇപ്പോൾ നമ്മുടെ മുഖംമൂടി അഴിക്കുന്ന ടാസ്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ടാസ്ക് ഒക്കെ നടത്തുന്നുണ്ടല്ലോ. വളരെ നന്നായിട്ട് സ്പീച്ച് ചെയ്തവരുമുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ സംസാരിച്ചതിൽ നമ്മുടെ ടാഷി സംസാരിച്ചത് വളരെ നന്നായിട്ട് സംസാരിച്ചിരുന്നു. ടാഷി ഉണ്ടായിരുന്ന ഒരാൾ വന്ന് പറ്റിച്ചു പോയത്, ഒരു ബ്രേക്കപ്പ് ലൈഫിൽ സംഭവിച്ചതും തന്നെ ഇട്ടേച്ചു പോയതും അതുമൂലം തൻ്റെ കരിയർ പോലും താൻ മാറ്റിവെച്ച് ആ വ്യക്തിക്ക് വേണ്ടിയിട്ട്, ഒരു പെൺകുട്ടിയുടെ കാര്യമാണ് പറഞ്ഞത്, ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് താൻ തൻ്റെ കരിയർ വരെ ഉപേക്ഷിച്ച് അത്രയും ഇതിൽ ആ പെൺകുട്ടിയോടൊപ്പം നിന്നിട്ട് ആ പെൺകുട്ടി പിന്നെ തന്നെ ഇട്ടേച്ചു പോയൊരു കാര്യമൊക്കെയാണ് താഷിയോട് പറഞ്ഞത്. ആ കാര്യത്തിനുപരിയായിട്ട് താഷി അതിന് ശേഷം പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. ഞാൻ ഇപ്പോൾ വളരെയധികം സ്വാർത്ഥനാണ് എന്നൊരു കാര്യം ടാഷിയോട് പറഞ്ഞത്. ഇത്രയും നാൾ ഞാൻ മറ്റൊരാൾക്ക് വേണ്ടിയാണ് ജീവിച്ചതെങ്കിൽ ഇപ്പോൾ ഞാൻ ഭയങ്കര സ്വാർത്ഥനാണ്, ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാനായിട്ട് ഞാൻ ആരംഭിച്ചു, ഇവിടെ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കയറിയിട്ട് ടാഷിനെ കയറിയിട്ട് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പാടില്ല, നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നു, ഞങ്ങളെല്ലാവരും സ്വാർത്ഥരാണ് എന്ന് ചോദിച്ചപ്പോൾ ടാഷി പറഞ്ഞൊരു മറുപടി ആയിട്ട് എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടത്. കാരണം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ജയിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ടാസ്കിൽ ജയിക്കണം, ഗെയിമിൽ ജയിക്കണം, ഈ അഗ്നിപരീക്ഷയിൽ ജയിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ആ സമയത്ത് നിങ്ങളെല്ലാവരും സ്വാർത്ഥരല്ല എന്ന് പറയുന്നതിൽ എന്ത് കാര്യമാണുള്ളതെന്ന് ചോദിച്ചു. അവർ ആദ്യമൊന്നും മിണ്ടിയില്ല. പിന്നീടും ഇവര് അവിടെ സംസാരിക്കുന്ന സമയത്ത് വീണ്ടും ടാഷിയെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. ടാഷി പറഞ്ഞാൽ എന്ത് തെറ്റാണുള്ളത്, എല്ലാവരും അവിടെ ജയിക്കണം എന്നുള്ള വാശിയോട് കൂടി വന്നതല്ലേ അവർക്ക് ഗെയിം ജയിക്കാനായിട്ട്. എന്തിന് ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് അവിടെ ടാസ്ക് നടക്കുന്ന സമയത്ത് അവിടെ ഓരോ ബോക്സ് കൊടുത്തിട്ട് ഇത്ര ആളുടെ എണ്ണം പറയും, 5, 3, 2 എന്നൊക്കെ ഇങ്ങനെ എണ്ണം പറയുന്ന സമയത്ത് ആ കോളത്തിനുള്ളിൽ, ആ ചതുരക്കട്ടയുടെ ഉള്ളിൽ ഇവർ കയറി നിൽക്കണം. അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കാൻ പറ്റാത്തവര് ഔട്ടാവുക, അതായിരുന്നു ഇവർക്ക് കൊടുത്തിരുന്ന ടാസ്ക് എന്ന് പറയുന്നത്. ആ ടാസ്ക് നടക്കുന്ന സമയത്ത് പോലും അവിടെ സ്വാർത്ഥരായിട്ടുള്ള മത്സരാർത്ഥികളെ തന്നെയാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. ആ ഒരു സ്വാർത്ഥത തന്നെയാണ് അവിടെ ടാഷി പറഞ്ഞിട്ടുള്ളൂ. നമ്മളെല്ലാവരും സ്വാർത്ഥരാണ്, നമ്മുടെ കാര്യം വരുന്ന സമയത്ത് നമുക്ക് തന്നെ പോകണം, ജയിക്കണം എന്നുള്ളൊരു വിചാരം, അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് എനിക്ക് കയറണം എന്നുള്ള സ്വാർത്ഥത. അതിപ്പോൾ ടാഷി പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. ടാഷിന് കയറിയിട്ട് അവിടെ എതിർക്കേണ്ട ഒരു ആവശ്യകതയും അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ടാഷി പറഞ്ഞതാണ് ശരിയായ ഒരു കാര്യം എന്ന് പറയുന്നത്. അവിടെ രാകേഷ്
എത്ര മോശമായിട്ടാണെന്നറിയാം ഫസ്റ്റ് റൗണ്ടിൽ കളിച്ചത്. അവിടെ എണ്ണം പറഞ്ഞ സമയത്ത് ഓരോ ഗ്രൂപ്പിൽ എണ്ണം പറഞ്ഞ സമയത്ത് ഇവർ ഗ്രൂപ്പായിട്ട് തിരിയുന്ന സമയത്ത് അവിടെ രാകേഷിനെ അതിൽ കയറി പറ്റാനായിട്ട് സാധിച്ചില്ല. ഫസ്റ്റ് എണ്ണം പറഞ്ഞ സമയത്ത് 5 or 7 എത്രയും പറഞ്ഞു. അപ്പൊ 5 പേര് വെച്ചിട്ട് ഓരോരോ കോളത്തിൽ കയറി നിൽക്കണം, എക്സ്ട്രാ വരുന്നവർ ഔട്ടാവും. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് രാകേഷിനെ കയറാൻ പറ്റാണ്ടായപ്പോ രാകേഷ് 2 പേരെ പുറത്തേക്ക് പിടിച്ച് തള്ളുകയും മുന്തുകയും കാല് പിടിച്ച് വലിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അവിടെ അതിനുശേഷം അവിടെ അഖിൽമാരാർ ഇത് എന്ത് പണിയാണ് രാകേഷ് കാണിച്ചത് എന്നൊരു വാചകം ചോദിക്കുന്ന കേട്ടു പേരിന്. അല്ലാതെ രാകേഷിനെ അവിടെ കുറ്റപ്പെടുത്തുകയോ രാകേഷിനെ കൊണ്ടുവന്ന് ഔട്ട് ഹൗസിലേക്ക് ഇടുകയോ ഒന്നും ചെയ്തിരുന്നില്ല. പേരിന് അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രാകേഷിന്റെ കഴുത്തില് ഇതുണ്ടായിരുന്നു, ഇൻഫിനിറ്റി പെൻഡന്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് രാകേഷിനെ പുറത്താക്കില്ല എന്നൊരു കാര്യം മാത്രമാണ് അവിടെ പറഞ്ഞത്. അല്ലെങ്കിൽ കൂടുതലൊന്നുമില്ല. പക്ഷെ അതിനോട് എനിക്ക് യോജിപ്പ് തോന്നിയില്ല. കാരണം അവിടെ രാകേഷ് ഗെയിമിന്റെ റൂള് അവിടെ തെറ്റിക്കുകയും ഭയങ്കര വയലന്റ് ആയിട്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞു തന്നത്, അവിടെ രാകേഷ് എന്ത് ചെയ്താലും അവിടെ ജഡ്ജസിന് ഒരു പ്രശ്നമില്ല. ഇവിടെയാണ് നമുക്ക് ആ പാർഷ്യാലിറ്റി കാണാനായിട്ട് സാധിക്കുന്നത്. ബാക്കിയുള്ള പലരും പലതും ചെയ്തു എന്ന് പറഞ്ഞിട്ട് പലരും പുറത്താക്കുന്ന സമയത്ത് ഇവിടെ രാകേഷിന്റെ അടുത്ത് ഒരു പ്രത്യേക മമത എന്നല്ല, ഒരു പ്രത്യേക ഇഷ്ടം. എങ്ങനെയെങ്കിലും രാകേഷിനെ അങ്ങ് ജയിപ്പിച്ച് ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറ്റിവിടാനുള്ള ഒരു 90% ചാൻസ് ഞാൻ അവിടെ കാണുന്നുണ്ട്. കാരണം തുടക്കം മുതൽ ഇപ്പോൾ ഇന്നലെ വരെ വന്ന് നിൽക്കുന്ന, അതായത് ഇന്ന് വരെ വന്ന് നിൽക്കുന്ന എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് രാകേഷിനോടുള്ള പ്രത്യേക ഒരു ഇഷ്ടവും, രാകേഷ് എന്ത് ചെയ്താലും ചോദ്യം ചെയ്യപ്പെടാതെയും രാകേഷ് എന്ത് ചെയ്താലും ഇവർക്ക് അത് കോമഡിയും രസകരമായ കാര്യങ്ങളായിട്ട് മാറാണ്. പക്ഷെ പുറത്തേക്ക് വന്ന ഓരോ മത്സരാർത്ഥികളും പറയുന്നുണ്ട് രാകേഷിന്റെ അടുത്ത് അവിടെ ജഡ്ജസ് കാണിക്കുന്നത് ഭയങ്കര പാർഷ്യാലിറ്റി ആണ്. രാകേഷ് അവിടെ ചളി അടിച്ചാലും എന്ത് പറഞ്ഞാലും അവർ ചിരിച്ചു കാണിക്കുന്നു, അല്ലെങ്കിൽ ഇവർക്കൊന്നും സ്പേസ് കൊടുക്കാതെ രാകേഷിന് പ്രത്യേക സ്പേസ് കൊടുക്കുന്നു എന്നൊക്കെ എല്ലാവരും പറയുന്ന കാര്യമാണ്. പിന്നെ ഇന്നലെ പുറത്തു പോയത് ഒന്ന് പ്രവീണാണ്. പ്രവീൺ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് അത്രയും കയറാൻ പറ്റി, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് പ്രവീണിന്റെ ഔട്ടും എനിക്ക് അത്ര വിഷയമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഒന്ന് രജനിയൊന്നും അവിടെ ഇതിൽ ഔട്ട് ഹൗസിൽ ഇല്ലാത്ത മത്സരാർത്ഥിയായിരുന്നു. രജനേനെ കൊണ്ടുവന്നിട്ട് ഔട്ട് ഹൗസിലേക്ക് ഇട്ടതാണ്, ഇവിടെ കൊണ്ടുവന്നിട്ട് ഇട്ടതാണ്. അളക് നന്ദ, ഷിംജിത്ത്, രചന ഇവരെ 2 പേരെയും അവിടെ നമ്മുടെ വീണയും രജിസാറും കൊണ്ടുവന്നിട്ടതാണ് ഔട്ട് ഹൗസിലേക്ക്. ഇതിൽ അളക് നന്ദ മാത്രമാണ് സേഫ് ആയത്, ബാക്കി 2 പേരും കയറി ഔട്ടായി. പിന്നെ ഒന്ന് ഔട്ടായത് പാർവതിയാണ്. ഇത്രയും പേരാണ് ഔട്ടായത്. ഈ ഔട്ടായത് എനിക്ക് ഷിംജിത്ത് ഔട്ടാക്കിയത് മാത്രമാണ് ഇത്തിരി മോശമായിട്ട് തോന്നിയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വലിയ കുഴപ്പമില്ലാത്ത പുറത്തേക്ക് പോക്കോട്ടെ, സാരില്ല എന്ന് വെച്ചാൽ അതിൽ നല്ലൊരു അവിടെ ഉണ്ട്. പക്ഷെ ഷിംജിത്തിനെ ഇപ്പൊ ഔട്ടാക്കിയതിനോട് എനിക്കെന്തോ യോജിപ്പ് തോന്നിയില്ല. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവിടെ നടക്കുന്നത് മൊത്തം ജഡ്ജസിന്റെ കുറച്ച് തോന്നിയാസം. ഇനിയിപ്പോ വീക്കെൻഡ് എപ്പിസോഡിൽ നാളത്തെ എപ്പിസോഡിൽ വരുന്നത് നാദിറയും സെറീനിയാണ്. സോ നാദിർ എന്തൊക്കെയാ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും ഇപ്പൊ രഞ്ജിത്ത് സാറ് വന്നിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഞാൻ കണ്ടില്ല. എന്തിനോ വേണ്ടി വിളിച്ചുകൊണ്ട് വന്നു, എന്തിനോ വേണ്ടി അവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നു. ഇവർക്ക് വേണ്ട ഒരു കാര്യം രഞ്ജിത്ത് സാറിനെ കൂടെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. കൂടുതലായിട്ട് അവർക്ക് എന്തെങ്കിലും റോൾ ഉള്ളതായിട്ട് തോന്നിയില്ല. എന്തായാലും ജഡ്ജസും ബിഗ് ബോസും എല്ലാവരും കൂടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ളവരങ്ങോട്ട് കയറ്റി വിടാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ഒരു ഷോ നടത്തേണ്ട ആവശ്യകത ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വേണ്ട ആൾക്കാരെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഇപ്പൊ 4 or 5 പേരെയാണെങ്കിലും എത്ര പേരെയാണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടാൽ മതിയായിരുന്നു. ഇത് കാണുന്ന പ്രേക്ഷകരെ പൊട്ടന്മാരാക്കുക എന്നുള്ള ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഇപ്പോ ഈ ഒരു ബിഗ് ബോസ് അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ഈ ഷോക്ക് റേറ്റിംഗ് ഇല്ലാതെ ഇങ്ങനെ കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്നത്.